നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വൃന്ദാവനത്തില് ഒരു ഗ്രീഷ്മകാലം, അതായത് വേനൽക്കാലം വന്നു. അക്കാലത്ത് ഒരു ദിവസം ഒരു പ്രത്യേക തരം കളിയായിരുന്നു, അടിച്ചു കളിക്കുക. അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് പല സംഘങ്ങളായിട്ട് നിന്നു ഗോപാലബാലന്മാർ. ശ്രീരാമാവിന്റെ നേതൃത്വത്തിലൊരു സംഘം, കൃഷ്ണന്റെ നേതൃത്വത്തിൽ വേറൊരു സംഘം, രാമന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സംഘം. ഇങ്ങനെ പല പല സംഘങ്ങളായിട്ട് നിന്നു. സംഘത്തിന്റെ നേതാക്കന്മാർ തമ്മിൽ അടിക്കുക. അടിച്ചിട്ട് തോറ്റ ആള് ജയിച്ച ആളെ തോളത്തെടുത്തുകൊണ്ട് നടക്കുക. ഇന്ന സ്ഥലത്തുനിന്ന് എടുക്കണം തോളത്ത്, അതിനാണ് നിയമം. എന്നിട്ട് ഭാണ്ഡീര വൃക്ഷത്തിന്റെ വേദിയിൽ കൊണ്ടിറക്കണം. അങ്ങനെ ഇവിടെ ഈ അടിയും കളിയും ഒക്കെ തുടങ്ങി. ശ്രീരാമാവും ശ്രീകൃഷ്ണനും തമ്മിൽ അടിച്ചു. രണ്ടടി അങ്ങോട്ട് കൊണ്ടപ്പോഴേക്കും കൃഷ്ണൻ ഉറക്കെ പറഞ്ഞു, അയ്യോ ഞാൻ തോറ്റു തോറ്റു തോറ്റു. കൃഷ്ണൻ തോറ്റു എന്ന് ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോഴേ എല്ലാവർക്കും വലിയ അതിശയം. ഏത് അസുരൻ വന്നാലും ഇടിച്ചു വീഴ്ത്താൻ കഴിവുള്ള ആള് ശ്രീരാമാവിന്റെ രണ്ടടി കൊള്ളാൻ ശേഷിയില്ല, അപ്പോഴേക്കും തോറ്റു എന്നാ പറയണത്. ഇത് ഭഗവാന്റെ ഒരു നേരം പോക്കാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഭക്തന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ തോറ്റു എന്ന് പറയാം. എത്രയോ ഭാഗവതം മറിച്ചു നോക്കിയാൽ കാണാം, എത്രയോ ആളുകളുടെ മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ പറയണത് ഞാൻ തോറ്റു. എന്തിന്റെ മുമ്പിലാണ് തോൽക്കണതെന്നോ? ആയുധത്തിന്റെ മുമ്പിലല്ല, ശക്തിയുടെ മുമ്പിലുമല്ല, സ്നേഹത്തിന്റെ മുമ്പിലാണ് ഭഗവാൻ തോൽക്കുക. തോറ്റാൽ പിന്നെ ജയിച്ചാളെ തോളത്തെടുക്കണ്ടേ? ശ്രീരാമാവിനെ തോളത്തെടുത്തു. പരാജിതോ ഭക്തദാസതാം പ്രഥയൻ, തന്റെ ഭക്തനെ താൻ തോളത്തേറ്റിക്കൊണ്ട് നടക്കും എന്ന് അന്ന് ലോകത്തിന് ഭഗവാൻ കാട്ടിക്കൊടുത്തു. എന്നിട്ട് ഭാണ്ഡീര വൃക്ഷത്തിന്റെ വേദിയിൽ കൊണ്ടിറക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ ശ്രീരാമാവിന് എന്നെ സംശയം തുടങ്ങി. കൃഷ്ണന്റെ കാലുമ്മൽ വല്ല കല്ലോറ്റധികം കീറിയോ അല്ലെങ്കിൽ മുള്ളുകൊണ്ടോ, അല്ലെങ്കിൽ തന്നെ തുടുത്തതാണ്. ഇപ്പൊ തന്നെ ഏറ്റി നടക്കുകയും കൂടി ചെയ്തപ്പോ വേദനയായിട്ടുണ്ടോ? ശ്രീരാമാവ് ഇങ്ങോട്ടും പറഞ്ഞു, ഇനി എന്റെ തോളത്തൊന്ന് കീറുമോ കൃഷ്ണൻ? അപ്പോ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ തോളത്ത് കൃഷ്ണനും കയറിയിരുന്നു. അങ്ങനെ ആ തോളിൽ കൂടി കൃഷ്ണന്റെ രണ്ട് കാലും അങ്ങനെ തൂക്കിയിട്ടുകൊണ്ടാണ് അയാള്. എന്നിട്ട് ഭഗവാന്റെ പാദം രണ്ടും നല്ലോണം തലോടി. സ്വതേ തുടുത്ത പാദം ഇപ്പോ കൂടുതൽ പതിഞ്ഞതുകൊണ്ട് അധികം മുറിവ് ഏൽക്കുകയോ അല്ലെങ്കിൽ അധികം ചവക്കുകയോ വരെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നല്ലോണം തലോടി എന്ന് മാത്രമല്ല, ഇപ്പൊ ശ്രീരാമാവിനും ഒരു വലിയ ലഹരിയായി. കൃഷ്ണനെ തോളത്തിരുത്തിക്കൊണ്ട് അയാളങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. ഈ ചില ആളുകളുണ്ടല്ലോ, ഈ കാവടി തോളത്ത് വെച്ചാൽ പിന്നെ ഒരു ലഹരിയുണ്ട്, ഒരു തുള്ളല്. അതുപോലെ കൃഷ്ണനെ തോളത്തിരുത്തിക്കൊണ്ട് ഒരു തുള്ളൽ അയാളുടെ വക. ഇങ്ങനാകെ നല്ല രസം പിടിച്ച ഒരു കളിയായിരുന്നു അന്ന്. ഇതിനിടയ്ക്ക് പ്രലംബൻ എന്ന ഒരു അസുരൻ ഗോപാലവേഷം കെട്ടിയാണ് വന്നത്. അയാൾ ബലരാമനോട് അടിച്ചു. അയാൾ തോറ്റു. രാമനെ തോളത്തെടുത്തു. അയാള് ഭാണ്ഡീര വൃക്ഷത്തിന്റെ വേദിയിൽ ഇറക്കിയില്ല. കംസന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കിയാൽ സമ്മാനം കിട്ടുന്നതായിരുന്നു അയാളുടെ പ്രതീക്ഷ. അയാൾ പിന്നെയും അവിടുന്ന് അങ്ങോട്ട് നടന്നു. അപ്പോ കംസന്റെ കയ്യിൽ നിന്നല്ല, രാമന്റെ കയ്യിൽ കൊണ്ട് തന്നെ സമ്മാനം കിട്ടി. ഒരൊറ്റ ഇടി. അതോടുകൂടി അസുരൻ മറിഞ്ഞങ്ങോട്ട് വീഴുകയും ചെയ്തു. ആ അസുരൻ അങ്ങോട്ട് വീഴേണ്ട താമസം കൃഷ്ണൻ പറഞ്ഞു എല്ലാവരോടുമായിട്ട്, ഇന്ന് നമുക്ക് ഏട്ടന്റെ ദിവസമായിട്ട് ആഘോഷിക്കണം. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, രാമൻ ജയ്. രാമൻ ജയ് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോ എല്ലാവരും കൂടിയും രാമൻ ജയ് രാമൻ ജയ് അതൊരു മുദ്രാവാക്യായി അന്ന്. അങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കളി. ഇതിനിടയ്ക്ക് പശുക്കളും പശുക്കുട്ടികളും അങ്ങനെ പുല്ലന്വേഷിച്ച് പോയി 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 ഇഷീകാടവിൽ എത്തിച്ചേർന്നു. നാലുപുറവും കാട്ടുതീയും വന്നു. ഇനി എന്താ ചെയ്യാ? എല്ലാവരും അയ്യോ കൃഷ്ണ, കാട്ടുതീ കണ്ടിട്ട് പേടിയാവുന്നു നിലവിളിക്കാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, കണ്ടിട്ട് പേടിയാവണമെങ്കിൽ കണ്ണടച്ചോളൂ എന്ന്. എല്ലാവരും കണ്ണടച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി തുറക്കാം കണ്ണ്. എല്ലാവരും കണ്ണു തുറന്നു. ഇപ്പൊ കാട്ടുതീ അവിടെ ഇല്ല. ഭഗവാൻ ആ തീ കുടിച്ചു. എന്ന് മാത്രമല്ല, ദൂരേക്ക് നടന്നുപോയ പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ഇപ്പോ ഈ ഗോപാലന്മാരുടെ സ്ഥലത്ത് അടുത്ത് എത്തിയിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? അവർക്കാർക്കും മനസ്സിലായില്ല. ഒന്ന് മാത്രം മനസ്സിലായി, കൃഷ്ണൻ വലിയ മായാവിയാണ് എന്ന് മാത്രം മനസ്സിലായി. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, കൃഷ്ണന്റെ മായ ജയിക്കണു എന്ന്. ഇങ്ങനെ എപ്പോഴൊക്കെ ആപത്ത് വരണു അപ്പോഴെല്ലാം അവരെ രക്ഷപ്പെടുത്തും ഭഗവാൻ. കേവലം ഈ ഗോപാലന്മാരെ മാത്രമാണോ?
കാട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും ഒരേപോലെ രസിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ വിഹരിച്ചത്. കാട്ടിൽ താമസിക്കുന്നവരുണ്ട്, അവരുടെ ഗൃഹങ്ങളിലേക്ക് ഭഗവാൻ ചെല്ലും, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കും. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടണമെങ്കിൽ ഭഗവാൻ അത് നിർവഹിച്ചു കൊടുക്കും. ക്രമേണ കാട്ടിൽ താമസിക്കുന്ന പുളിന്തന്മാര്, പുൽക്കസന്മാര് അവർക്കൊക്കെ കണ്ണിലുണ്ണിയായിട്ട് മാറി. കേവലം ഗോപീഗോപാലന്മാർക്കുള്ളതല്ല ഈ കൃഷ്ണാവതാരം, എല്ലാവർക്കും ഉള്ളതാണ്. മനുഷ്യർക്ക് മാത്രമുള്ളതുമല്ല, എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ആകർഷിച്ചു. ഏത് ജീവിയെയും ആകർഷിക്കാൻ പറ്റും. എങ്ങനെ? അങ്ങോട്ട് സ്നേഹിക്കണം, എന്നാൽ ഇങ്ങോട്ട് ആകർഷിക്കാം. ഈ അങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുകയാണ് ചെയ്യണതെന്ന് ആ ജീവികൾക്ക് തോന്നുകയും കൂടി വേണം. പക്ഷേ ഈ നമുക്കൊന്നത് പറ്റാത്ത എന്തുകൊണ്ടാണെന്നോ, ആ ജീവികളുടെ മനഃശാസ്ത്രം നമുക്ക് അറിഞ്ഞുകൂടാ. ഭഗവാൻ അന്തര്യാമിയാണ്. എങ്ങനെയൊക്കെ പെരുമാറിയാലാണ് ഓരോ ജീവിക്കും സന്തോഷമാവുക എന്ന് ഭഗവാൻ അറിയാം. അതാത് രീതിയിലൊക്കെ പെരുമാറി എല്ലാ ജീവജാലങ്ങളെയും തങ്കലേക്ക് ആകർഷിച്ചു. സമസ്ത ജീവജാലങ്ങൾക്കും ഉള്ളതാണ് കൃഷ്ണാവതാരം. ഓരോ ദിവസവും ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. മുമ്പ് പറഞ്ഞു വേനൽക്കാലത്ത് നടന്ന ഒരു കളിയെപ്പറ്റി. വേനൽക്കാലം കഴിഞ്ഞാൽ പിന്നെ വർഷകാലം ആണല്ലോ വരിക. വർഷകാലം വന്നപ്പോൾ അന്തരീക്ഷം ആകെ മാറി. ആകാശത്തിൽ ഇങ്ങനെ കാർ മൂടിക്കെട്ടി അങ്ങനെയായിത്തീർന്നു. അപ്പൊ ജ്യോതിർഗോളങ്ങളൊന്നും പ്രകാശിക്കാതെ കണ്ടായി. വർഷകാലത്തെ ജ്യോതിർഗോളങ്ങൾ ഏതായിന്നോ, മിന്നാമിനുങ്ങുകളൊക്കെ ജ്യോതിർഗോളങ്ങളെ പോലെയായി. പോലെയാവും കലികാലത്ത് എന്നാണ് ഇവിടെ ഭാഗവതം പറയണത്. കലികാലത്ത് എങ്ങനെയാവുന്നു? വിവരമുള്ളവരൊക്കെ മിണ്ടാണ്ടിരിക്കും. സർവജ്ഞന്മാർ മിണ്ടാണ്ടിരുന്നാൽ അല്പജ്ഞന്മാർ സർവജ്ഞന്മാരെ പോലെ പെരുമാറും. ഭാഗവതത്തിൽ പറഞ്ഞ ഈ കാര്യം എത്ര ശരിയാന്നോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മലയാളത്തിലൊരു ചൊല്ല് തന്നെയുണ്ട്, എന്താ? മൗനം വിദ്വാന് ഭൂഷണം എന്ന്. അപ്പോൾ ഇങ്ങനെ ജ്യോതിർഗോളങ്ങളെ സ്ഥാനത്ത് മിന്നാമിനുങ്ങുകൾ പോരാ. ഈ മഴ ഇങ്ങനെ പെയ്ത് 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 ഏതാണ് ശരിയായ മാർഗം എന്ന് തിരിച്ചറിയില്ല. വർഷകാലമാകുമ്പോൾ സർവത്ര പുല്ലും തൊട്ടാവാടിയും ഒക്കെ മുളയ്ക്കും. കലികാലത്ത് ഇങ്ങനെയാവുന്നതാണ്. ഓരോരുത്തരും പറയും ഇതിലെ 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 എന്ന് പറയും. മോചനത്തിന്റെ മാർഗം ഇത് എന്ന് പറയും. ഏതാ ശരിക്കുള്ള മാർഗം തിരിച്ചറിയാൻ വയ്യാതെ കണ്ടാവും കലികാലത്ത്. ഭാഗവതത്തിൽ ഈ പറഞ്ഞതും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അനുഭവമാണ്. ഗിരയോ വർഷധാരാഭി, ഇത്ര ഭയങ്കര മഴയാണെന്നോ പെയ്തത്. മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഈ ഗോവർദ്ധന പർവ്വതത്തിലൊന്നും ഒരു കുലുക്കവും ഇല്ല കേട്ടോ. ഇങ്ങനെ കൊണ്ട് നിൽക്കുകയാണ്. ഏത് മഴയായാലും ഏതുപോലെ എന്നാണെങ്കിൽ ഇങ്ങനെയാണ് ഭക്തന്മാരുടെ അവസ്ഥ എന്ന് കാണിക്കുകയാണ്. എത്രയെല്ലാം ആപത്തുകളോ എത്രയെല്ലാം ദൗർഭാഗ്യങ്ങളോ ഉണ്ടായാലും ഭക്തന്മാർ ഒരിക്കലും കുലുങ്ങാറില്ല. അങ്ങനെയാണ് ഈ പർവ്വതം കുലുങ്ങാതെ കണ്ട് അങ്ങനെ നിന്നത്. ഈ വർഷകാലം വരുമ്പോൾ തവളകളിങ്ങനെ ഉറക്കെ ശബ്ദിക്കും. ഈ ബ്രാഹ്മണരിങ്ങനെ ഉറക്കെ വേദം ചെല്ലുന്നത് പോലെയാണത്രേ ഈ തവളകളിങ്ങനെ ഈ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷകാലത്തെ സ്ഥിതി എന്താ? നദികളിൽ ജലാശയങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒക്കെ കലങ്ങി മറിഞ്ഞ വെള്ളമാവും. ആകാശത്തിലാണെങ്കിൽ ജ്യോതിർഗോളങ്ങളൊന്നും പ്രകാശിക്കില്ല. കാരണം ആകെ ഒരു ഇരുണ്ട അവസ്ഥയാണ് ഈ വർഷകാലം എന്ന് പറഞ്ഞാൽ. കൃഷ്ണനെ സ്നേഹിക്കാത്തവരുടെ മനസ്സും ഇതുപോലെ ഇരുണ്ടതായി തീരും എന്ന് വർഷകാലത്തിന്റെ പാഠമാണ് മനുഷ്യർക്ക്. വർഷകാലം കഴിഞ്ഞാൽ നേരെ ശരൽക്കാലമാണ് വരാൻ പോണത്. ശരൽക്കാലത്തിലും ആകാശത്തിലും മഴക്കാറൊക്കെ ഉണ്ടാവും അത്യാവശ്യം. എന്നാലെന്താ, ജ്യോതിർഗോളങ്ങൾ നല്ലോണം പ്രകാശിക്കും. ശരൽക്കാലത്ത് നദികളിലൊക്കെ വെള്ളം ധാരാളം ഉണ്ടാവും, നല്ല തെളിഞ്ഞ വെള്ളവും. കൃഷ്ണനെ സ്നേഹിക്കണം, എന്നാലേ മനസ്സ് തെളിയുള്ളൂ എന്ന് ശരൽക്കാലത്തിന്റെ പാഠം. ഇങ്ങനെ ഓരോ ഋതുവിനും ഓരോരോ പാഠങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാനുണ്ട്. എല്ലാ പാഠങ്ങളുടെയും സാരസർവസ്വം എന്താ? കൃഷ്ണനെ സ്നേഹിക്കണം, കൃഷ്ണന്റെ നേർക്ക് പ്രേമം, കൃഷ്ണന്റെ നേർക്ക് ഭക്തി ഇതുണ്ടാവണം എന്നാണ്. വൃന്ദാവനത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ സന്ദേശം വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവരെ പോലെയല്ല, ഗോപസ്ത്രീകൾ കൃഷ്ണനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് പിന്നത്തെ കഥ. കൃഷ്ണനോടുള്ള വേർപാടിന്റെ ഓരോ നിമിഷവും അവർക്ക് യുഗശതം പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. കാലത്ത് കൂട്ടുകാരോടുകൂടി കൃഷ്ണൻ കാട്ടിലേക്ക് പോയാൽ പിന്നെ സന്ധ്യ അയാളെ തിരിച്ചു വരുള്ളൂ. അത്രയും നേരം എങ്ങനെയാ കൃഷ്ണനെ കാണാതെ കണ്ടിരിക്കുക? അപ്പോ ഗോപികൾക്ക് തോന്നി പിന്നാലെ പുറപ്പെടുക എന്ന്. കൃഷ്ണൻ കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോവുക കഴിഞ്ഞാൽ കൂട്ടുകാരികളോടുകൂടി ഗോപികളും പിന്നാലെ പുറപ്പെടാൻ തുടങ്ങി. എന്നിട്ട് കാസ്റ്റിൽ പരോക്ഷം കൃഷ്ണൻ ഇങ്ങോട്ട് കാണണ്ടാന്നുണ്ട്, അങ്ങോട്ട് കാണുകയും വേണം.
വല്ല വള്ളിക്കുള്ളിൻ്റെ ഉള്ളിലോ മരത്തിൻ്റെ പിന്നിലോ അവരെവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കും. എന്നിട്ട് കൃഷ്ണന്റെ കളികൾ കണ്ട് അവർ രസിക്കും. ഒരു ദിവസം കൂട്ടുകാർ പറഞ്ഞു കൃഷ്ണനോട്, ഇന്ന് ഓടക്കുഴലൂതണം എന്ന്. അന്ന് ഭഗവാൻ ഓടക്കുഴലൂതി. ആ ശബ്ദങ്ങൾ കേട്ടതോടെ ഈ ഗോപസ്ത്രീകൾ ആകെ അങ്ങോട്ട് ലഹരി പിടിച്ചു. അവരതിനെപ്പറ്റി നല്ല കാവ്യമനോഹരമായ ഭാഷയിൽ വർണ്ണിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത അധ്യായം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.